ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ സിലുവിൻ്റെ ഒരു ഈവനിങ് ആണ് കാണിക്കാൻ പോകുന്നത്. എന്താ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാനൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം സിലുവിന് കുറച്ച് ദിവസമായിട്ട് റൂമിൽ നിന്നല്ല ഈവനിങ്ങിൽ ഫുഡ് കൊടുക്കൽ, നമ്മളെ റൂമിൻ്റെ ഹാളിൽ ഇരുന്നിട്ടാണ് കൊടുക്കൽ. അവിടെ കുറേ കുട്ടികൾ സിലുവിന് കളിക്കാൻ ഇപ്പം ഉണ്ട്. മറ്റേതൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് അവിടെ പോയിരിക്കലുള്ളൂ. ഇപ്പോൾ അവിടെ പോയിരുന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ കളിക്കാൻ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഹോം മെയ്ഡ് സെർലാക്കാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് സിലുവിന് വേണ്ടിയിട്ട്. ഞാനിവിടുത്തെ പീഡിയാട്രീഷ്യനോട് ചോദിച്ച് ആളുടെ റെഫറൻസിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ വേറൊരു രീതിക്കായിരുന്നു ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് അവളുടെ ബേബിക്ക് കൊടുക്കുന്ന രീതിയിൽ. അതുപോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കൽ. അപ്പോൾ പീഡിയാട്രീഷ്യനോട് ചോദിച്ചപ്പോൾ അതുപോലെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാ വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊടുത്തപ്പോൾ അതായിട്ട് കളിക്കുക കേട്ടോ. ഇത് നല്ല കുറേ ന്യൂട്രിയൻസ് ഉള്ള സാധനമാണ്. ഇപ്പം ഞാനിത് ഇവിടെ സെയിൽ ചെയ്യാറുണ്ട്, കാരണം ഇവിടെ വില്ലയിൽ തന്നെ, ഞങ്ങളുടെ വില്ലയിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് UAE നിന്ന് 2-3 ഓർഡർ വന്നിരുന്നു. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഇതാ എൻ്റെ വില്ലയിൽ തന്നെ ഒരുപാട് ബേബീസ് ഉണ്ട്, അവർ 2-3 ഓർഡർ അങ്ങനെയും കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ UAEയിലുള്ളവർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി. UAEയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു തരാം, നോ ഇഷ്യൂ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. സിലു ബേബി അതായിട്ട് കളിക്കുക കേട്ടോ. ഞാൻ കയ്യിൽ കൊടുത്തു നോക്കിയതാണ് കഴിക്കുന്നുണ്ടോ എന്ന് അറിയാൻ. ബോട്ടിലൊക്കെ കൈ കൊടുത്താൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇരിക്കലുണ്ട്. അപ്പോൾ ഞാൻ മോനെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ അതാ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ട്, അതായിട്ടിരുന്ന് കളിക്കുകയാണ്. കുറേ വണ്ടികളുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി ആ വണ്ടി. അപ്പോൾ ഞാൻ കുറേ നേരം അയിമെരുത്തി, കുറേ നേരം ഉന്തി കൊടുത്തു. ഇതിങ്ങനത്തെ 2-3 വണ്ടികൾ അവിടെ ഉണ്ട്, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ഇതിലെടുത്തും ചിലപ്പോൾ വാക്കറിലിരുത്തും, അങ്ങനെ അതായിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ ഇത് മോനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ സെർലാക്ക്. അൽഹംദുലില്ലാ വലിയ കഴിക്കലൊന്നും ഇല്ലെങ്കിലും കഴിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഇതും രാഗിയൊക്കെ ഒരു നട്ട്സ് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിച്ചു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുട്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു. ബേബീസല്ല, കുട്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും വലിയ വലിയ കുട്ടികളാട്ടോ. മോൻ്റെ പ്രായമുള്ള ബേബീസ് വരിക ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴാണ് വരൽ. ഞാനപ്പോഴത്തേനും സിലുവിന് ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പിന്നെയും ഞങ്ങളവിടെ പോയിരിക്കും. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്, ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് എന്നും അവിടെ പോയിരിക്കും. അവിടെ നല്ല രസമാണ്, എനിക്കും ബോറടിക്കലില്ല. ഞാൻ ഫോണായിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്യാൻ, മോനവിടെ കളിക്കുകയും ചെയ്യുക. അവരുടെ കുട്ടികൾ വന്നാലും ഓനെ കളിപ്പിക്കൂട്ടോ, അവർ ഉന്തി കൊടുക്കുകയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ഇതാ മോനിക്ക് ഫുഡ് കൊടുക്കുക. അപ്പോൾ ആ വണ്ടിയിൽ ഇരുന്നിട്ട് അത് ഉന്താൻ വയ്ക്കില്ല കേട്ടോ, ഹൈ ചെയറിൽ ഇരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. എന്താണ് ഇപ്പോൾ എനിക്കാണെങ്കിൽ വീഴുമോ എന്ന് പേടിയാവുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ ഉന്തി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഓനിങ്ങനെ വികൃതി ആട്ടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കുക. അങ്ങനെ ഇപ്പത്തിന് ഇതാ വേഗം കുട്ടികളൊക്കെ വന്നു. പിന്നെ ഓരോപ്പം കളിക്കൽ തുടങ്ങി കേട്ടോ. ഓനങ്ങനെ ഉന്തി കളിച്ചോളും. ഈ കുട്ടി നല്ല രസമാട്ടോ. ഓൻ്റെ പേര് എന്താ, നല്ല രസമുള്ളൊരു പേരാട്ടോ. എന്തോ താനിഷോ അങ്ങനെ എന്തിട്ടാണ് ഉണ്ണിയുടെ പേര്. അതിൻ്റെ താത്താണ് അപ്പുറത്തേക്കണത്. ഓൾറെഡി അങ്ങനെ പറയാം കേട്ടോ, എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓള് അതെ എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ, അവർ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാൻ, ഞാൻ എന്നെ യൂട്യൂബിൽ ഇടട്ടെ വെച്ചിട്ട്. അപ്പോൾ എന്താ നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര്? അപ്പോൾ ഞാൻ പറഞ്ഞു ആകെ 60 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാ ഞാൻ യൂട്യൂബിലൊക്കെ വലിയ ആളാകുമ്പോൾ എന്നോട് പറയാമെന്നൊക്കെ പറയട്ടോ. ഫുൾ ഇംഗ്ലീഷ് കേട്ടോ, വായ തുറന്നാൽ ഇംഗ്ലീഷേ പറയുള്ളൂ, മലയാളേ പറയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിലുവിൻ്റെ വണ്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. കാരണം ഓൻ ആ വണ്ടിക്ക് കരയായിരുന്നു, ആ ഉന്തി കൊടുക്കണ ബേബി. അപ്പോൾ ഓളപ്പോൾ അവിടെ നിന്നിട്ട് മെയിനായിട്ട് ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ ഒന്നും കൂടി കാട്ടുകാറ് കേട്ടോ. അപ്പോൾ ഓളെന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. നല്ല കമ്പനി കേട്ടോ, പക്ഷെ വായ തുറന്ന ഇംഗ്ലീഷേ പറയുള്ളൂ, അതാണൊരു ഇത്. എനിക്കറിയാത്തതും കൂടി ഓൾക്കറിയാം, നല്ല അടിപൊളിയായിട്ട് പറയും. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഈ കുട്ടി ഹൈദരാബാദിയാണ്. ഇപ്പോൾ ഇവർ ഈ റെഡ് ഷർട്ട് കുട്ടി ജിലുമോനെ ഉന്തി കൊടുക്കുന്ന കുട്ടിയും മലയാളീസാണ്. ഇവരൊക്കെ മലയാളി കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ എന്താണ് സ്കേറ്റിംഗ് ഷൂവോ ഒക്കെ എടുത്തിട്ട് ഫുള്ള് കളിയാണ്. അപ്പോൾ സിലുവിന് നല്ല ഇഷ്ടമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് സിലുവിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സെറ്റൊക്കെ ആക്കിയിട്ട് വന്ന് ഓനെ കുളിപ്പിച്ച് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് വന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അസ്സലാമു അലൈക്കും.